ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പേടിക്കണ്ട, ആ ബാധ പോയി. ചില പ്രേതങ്ങളെ ഒഴിപ്പിക്കണമെങ്കിൽ കടുത്ത മന്ത്രവാദം നടത്തണം. എന്നിട്ട് ആ ബാധയെ ചോറ്റാനിക്കരെ കൊണ്ടുപോയി തളയ്ക്കണം. തൽക്കാലം നിന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. വർമ്മ സാർ തന്ന ഫ്രീഡം കല്യാണം കഴിക്കാനല്ല ഉപയോഗിക്കണ്ട, അത് പഠിച്ച് ഒരു ഡിഗ്രി നേടാൻ ഉപയോഗിക്കും. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ദൈവമേ, എന്റെ മോൻ എന്താ പറ്റിയത്? വേണോട്ടാ, അവനെ ഒന്ന് വിളിക്ക് വേണോട്ടാ. എന്നിട്ട് അവനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നീ ഇങ്ങനെ കിടന്ന് കാറി കോവാതെടി. അവനിങ്ങ് വരും. എന്തായാലും സാറിന്റെ കൂടെ അല്ലേ അവൻ. ഒരു വർമ്മ സാറ് അളിയന്റെ ജീവിതം ഇങ്ങനെ ഇവിടെ കുട്ടിച്ചോറാക്കുന്നത് ഈ വർമ്മ സാറും അയാളെ മകള് ആ ഹൃദയം കൂടെയാണ്. വർമ്മ സാറ് ഹൃദയം വേണം. രാജുവിന്റെ ചുണ്ടിന് ഏത് നേരവും ഈ മന്ത്രം മാത്രമല്ലേ പ്രിയെ? രാജുവിന് ആപത്തൊക്കെ വന്നു ആരാ നിന്നോട് പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിയും. കാരണമേ, രാജുവിന്റെ കാര്യത്തിൽ ഉത്കണ്ഠ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കാ. അങ്ങനെ അവരൊക്കെ വലിയ ആളുകളായിരിക്കും. പക്ഷെ അവർക്കൊക്കെ വേണ്ടി ഒരാളിങ്ങനെ മരിക്കാൻ നടക്കുന്നത് ശരിയാണോ? അതാ ഞാനും ചോദിക്കുന്നേ. ഈ രാജുവിനെ വർമ്മ സാറിന്റെ കൊട്ടാരത്തിലെ നടയിരുത്തിയേക്കാണോ? ദൈവമേ, പരുക്ക് പറ്റിയ കാര്യം ആരും അറിയണ്ടെന്നാ വിചാരിച്ച. ഇതിപ്പോ എല്ലാരും വീടിന്റെ വാതൊക്കെ തന്നെ ഉണ്ടല്ലോ. രാജു മോനെ, നിനക്കെന്താണോ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ലമ്മേ. പിന്നെ നിന്റെ നെറ്റിയിലെ മുറിവോ? ചെറുതായിട്ടൊന്നും പൊട്ടിയതാ. ചെറുതായിട്ടോ? എന്താ മോനെ നീ പറയുന്നേ? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. അമ്മേ, നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് അച്ഛനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളെ ചിലരൊക്കെ വന്ന് വെറുതെ പേടിപ്പിച്ചിരിക്കുക. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടില്ല എന്നെ? രമ്യ ഇവിടെ വന്ന് പറഞ്ഞു, നിർതികാമാടത്തെ രക്ഷിക്കാൻ പോയപ്പോ അവിടെ എന്തോ വെട്ടോ കുത്തോ ഉണ്ടായിരുന്നു. രമ്യക്ക് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണല്ലോ പ്രധാന പണി. ഞാൻ ഋതികയുടെ കാര്യം തിരക്കാനൊന്നും പോയില്ല. അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അപ്പപ്പോ അംബികമ്മയുടെ വിളിച്ചു പറയും. അതുകൊണ്ടാ. അതിന് ഞാനെന്ത് ചെയ്യാനാ? രമ്യക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ കാണും. കാരണം അവള് നാളെ നിന്റെ ഭാര്യ പോകുന്ന ആളാ. എന്ത് ഭാര്യ? നാളെ ഒന്നും വേണ്ട, കുറച്ചു ദിവസം കഴിഞ്ഞു മതി. ഇതൊക്കെ ആര് തീരുമാനിച്ചു? ഓരോരുത്തരും മനക്കോട്ട കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കുറച്ച് വെള്ളം ചൂടാക്ക്. രാജു ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കട്ടെ. യൂക്കാലിട്ട് കുടിച്ച നേർപിടുത്തം ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. രാജുവോട് നിന്നേ. പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇത്തരം റിസ്കുകളൊന്നും എടുക്കരുതെന്ന്. ആ വർമ്മ സാറിന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് രാജുവിന്റെ ആരോഗ്യം നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നീ പേടിക്കണ്ട, ആ ബാധ പോയി. ചില പ്രേതങ്ങളെ ഒഴിപ്പിക്കണമെങ്കിൽ കടുത്ത മന്ത്രവാദം നടത്തണം. എന്നിട്ട് ആ ബാധയെ ചോറ്റാനിക്കരെ കൊണ്ടുപോയി തളയ്ക്കണം. തൽക്കാലം നിന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. നീ വാ വാ മോനെ.
ഒന്ന് അല്ല നീ ആയിരിക്കോ ആണോ? ഏതവനാ ഈ നേരത്ത്? നമസ്കാരം മാഡം. ആരാ? മിനിസ്റ്റർ അദ്ദേഹം ഇല്ലേ? ഉണ്ടല്ലോ. ആര് വന്നു പറയണം? നമ്മുടെ ഇവിടെ പുതുതായി പണിയെടുപ്പിക്കാൻ പോകുന്ന ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ മാനേജറാണ്. ഓ, പേര് രാജേഷ് ദിവാകരൻ. ഇരിക്കൂ. ഞാനിപ്പോ പ്രതാപനെ വിളിക്കാം. ശരി. നമസ്കാരം സാർ. വർമ്മ സാറേ, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാജേഷ് ദിവാകരൻ. രാജേഷ്? പുതിയതായി പണിയെടുപ്പിക്കുന്ന ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ് ഫെസിലിറ്റീസിനായി സാർ 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി. രൂപ 50 ലക്ഷോ? പിരിവോ? ആ പണം വേണ്ടത് നാളെയാണ് സാർ. അതിനെന്താ, തരാം. അക്കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല. ആ പണം ഞാൻ എന്റെ PA രാജുവിനെ ഏൽപ്പിച്ചിരിക്കുക. താങ്ക് യു സാർ. പണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് രാജു ഇവിടെ സൂക്ഷിച്ചിരിക്കുക. നിങ്ങൾ നാളെ വന്നാൽ മതി. അപ്പോ രാജു ഉണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് പണവും കൊണ്ടുപോവാം. അത് മതി സാർ. ഞാൻ ഒരു ദിവസം മുമ്പേ വന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. വർമ്മ സാർ തന്ന ഫ്രീഡം കല്യാണം കഴിക്കാനല്ല ഉപയോഗിക്കേണ്ട, അത് പഠിച്ച് ഒരു ഡിഗ്രി നേടാൻ ഉപയോഗിക്കും. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനൊന്നും പറയണ്ടായിരുന്നു.